നമസ്കാരം. നമുക്കറിയാം, കേരളത്തിലെ ലോകസഭാ ഇലക്ഷൻ ഫലം സൂചിപ്പിച്ചത് കമ്മ്യൂണിസത്തോടുള്ള കേരള ജനതയുടെ വെറുപ്പ് കൂടിയായിരുന്നു. എന്നാൽ തങ്ങൾക്ക് സംഭവിച്ച തോൽവിയേക്കാൾ അവരെ ഏറെ ചൊടിപ്പിച്ചത് ഇക്കുറി BJPക്ക് ലഭിച്ച വമ്പിച്ച ഭൂരിപക്ഷത്തോടെയുള്ള തൃശ്ശൂരിലെ വിജയമാണ്. കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലെ കണക്കെടുത്താലും ഇത്തവണ BJPക്ക് കിട്ടിയ വോട്ടുകളിൽ വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കളിയാക്കിയും ട്രോളിയും പരിഹസിച്ചും എന്തിന് സ്ഥിരം വജ്രായുധമായ പെണ്ണുകേസ് വരെ സൃഷ്ടിച്ചിട്ടും തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുകയാണ് ഉണ്ടായത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം, കാരണമുണ്ടാക്കിയും പഴുതു നോക്കിയും കുത്തിപ്പൊക്കിയ പെൺവിഷയം നിലനിൽക്കെ തന്നെ സുരേഷ് ഗോപി എന്ന മനുഷ്യനെ തിരിച്ചറിഞ്ഞ് സ്ത്രീകൾ അദ്ദേഹത്തിന് നൽകിയ പിന്തുണയാണ്. ഇത്രയുമൊക്കെ ചെയ്തിട്ടും കാര്യമായ ഫലമുണ്ടാകാത്തതിൻ്റെ അമർഷത്തിലാണ് കേരളത്തിലെ ചില കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ. എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഞാൻ ചിലർ എന്ന് വിശേഷിപ്പിച്ചത്. ഇതിൻ്റെ തെളിവാണ് സോഷ്യൽ മീഡിയയിൽ റെജി ലൂക്കോസ് എന്ന വ്യക്തി ഷെയർ ചെയ്ത ഒരു ചിത്രം. ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ്, വർഗീയത തുലയട്ടെ എന്ന ആപ്തവാക്യം മൈക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ വ്യക്തമാകുന്നത്. നമുക്കറിയാവുന്നതുപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ഒരു പ്രത്യേക മതവിഭാഗക്കാർ നൽകിയ വോട്ടുകൾ മാത്രമല്ല. ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇലക്ഷൻ പ്രചരണ വേളയിലും ഇപ്പോൾ വിജയം ആഘോഷിക്കുന്ന വേളയിലും സുരേഷ് ഗോപിക്ക് നൽകുന്ന പിന്തുണ നമ്മൾ കണ്ടതാണ്. സുരേഷ് ഗോപി എന്ന വ്യക്തിയെ തകർക്കാനുള്ള ട്രോളുകളും വിവാദങ്ങളും ഇലക്ഷൻ ഫലം പുറത്തു വരുന്നത് വരെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിച്ച ആളുകളോടും ഈ അമർഷം ഉള്ളിൽ വെറുപ്പായി ഉണർന്നതിൻ്റെ പരിണിത ഫലമായിട്ടേ ഈ പ്രവൃത്തിയെ കാണാനാകൂ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയാകരുത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇവയെല്ലാം. സ്വന്തം തോൽവിയേക്കാൾ അപരൻ്റെ വിജയത്തിൽ അസ്വസ്ഥപ്പെടുന്ന, ആ അസ്വസ്ഥതയെ വെറുപ്പാക്കി മാറ്റുന്ന ഈ രീതികൾ എത്ര നാൾ തുടരും? ഇതേ തുടർന്ന് ജാതി മത ഭേദമന്യേ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പോസ്റ്റുകളും കമൻറ്റുകളും നിരവധിയാണ്. അതിലെ ചില കമൻറ്റുകളുടെ ശ്രദ്ധേയമായ ഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഈ ചിത്രം നിർമ്മിച്ചവൻ ആരായാലും തൃശ്ശൂരിൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല വോട്ട് ചെയ്തത്. അപ്പോൾ മറ്റു മതത്തിലുള്ള ദൈവങ്ങളെ ഇത്തരത്തിൽ മോർഫ് ചെയ്യാൻ ധൈര്യമുണ്ടോ? എങ്കിൽ കാണാം കൈവെട്ടും കാലുവെട്ടുമൊക്കെ. ക്രിസ്ത്യാനികൾ ക്ഷമിക്കാനും സഹിക്കാനും പഠിച്ചവരാണ്. പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുക്കും. അതാണ് ക്രിസ്തീയ രീതി. യേശുവിന് മനുഷ്യൻ്റെ ബലം വേണ്ട. മറ്റൊരു കമൻറ്റ് ഇങ്ങനെയാണ്: റെജി ലൂക്കോസെ, നിങ്ങൾ സുരേഷ് ഗോപിയെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചിത്രം പടച്ചുവിട്ടത് എന്നറിയാം. സുരേഷ് ഗോപി നിഷ്കളങ്കനായതുകൊണ്ട് നന്നായി ചേരുന്നുണ്ട്. യേശുവിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ തല വെട്ടിവെച്ച് നോക്കൂ. യൂദാസിലും കഷ്ടമായിരിക്കും. ക്രിസ്തുദേവനെ നിങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ഞാനൊരു ക്രിസ്ത്യാനിയല്ല എങ്കിലും എൻ്റെ ഹൃദയം വിങ്ങുന്നു. അപ്പോൾ പിന്നെ വിശ്വാസികളായ ക്രിസ്ത്യാനികൾക്ക് എന്തുമാത്രം വേദന ഉണ്ടാക്കും? ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ. എന്തൊക്കെയാണെങ്കിലും കാര്യങ്ങൾ ഇവിടെ വരെയൊക്കെ ആയപ്പോൾ ആ പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്നും നീക്കം ചെയ്തതായിട്ടാണ് കാണുന്നത്. ഏതൊരു രാഷ്ട്രീയക്കാരൻ്റെയും കർത്തവ്യം എന്താണെന്ന് പോലും മറന്നുള്ള ഇത്തരം പ്രവർത്തികൾ രാഷ്ട്രീയത്തിനും കാഴ്ചപ്പാടുകൾക്കുമൊക്കെ അപ്പുറം നമ്മൾ മനുഷ്യരാണ് എന്നുള്ള ബോധ്യത്തെ മറച്ചുവെച്ച് വെറുപ്പിനെ ഉളവാക്കുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ദേഷ്യമുണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ അതിനെ വെറുപ്പാക്കി മാറ്റിക്കൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഇത്തരം പ്രതികരിക്കൽ അപകടമാണ് എന്ന് നാം എന്നാണ് തിരിച്ചറിയുക?